ആലപ്പുഴ അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ അപകടത്തിൽ ഒരു മരണം. അപകടം നിർമ്മാണത്തിനെത്തിച്ച ഗർഡറുകൾ സ്ഥാപിക്കുന്നതിനിടെ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് വീണ് മരിച്ചത് പിക്കപ്പ് വാൻ ഡ്രൈവറായ ഹരിപ്പാട് സ്വദേശി രാജേഷ്. അപകടം പുലർച്ചെ 2:30-ഓടെ. വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ രാജേഷിന്റെ മൃതദേഹം പുറത്തെടുക്കാനായത് മണിക്കൂറുകൾക്കൊടുവിൽ. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ഡോക്ടർമാർ ഇന്ന് പണിമുടക്കും. OP, അടിയന്തര ശസ്ത്രക്രിയകൾ, വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസുകൾ എന്നിവ ബഹിഷ്കരിക്കും. രാവിലെ 10 മണിക്ക് എല്ലാ മെഡിക്കൽ കോളേജുകളിലും പ്രതിഷേധ യോഗം നടത്തും. പണിമുടക്ക് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KGMCTA നടത്തുന്ന സമരങ്ങളുടെ ഭാഗമായി. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി. ഹർജി പരിഗണിക്കുന്നത് പത്തനംതിട്ട ജില്ലാ കോടതി. ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായത് ചൊവ്വാഴ്ച. ഹർജി തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും കാണിച്ച്. PS പ്രശാന്ത് അധ്യക്ഷനായ ദേവസ്വം ബോർഡിന്റെ കാലാവധി ഇന്ന് അവസാനിക്കും. ഡൽഹി ചെങ്കോട്ടയ്ക്കടുത്തുള്ള സ്ഫോടനത്തിൽ അന്വേഷണം ഊർജിതമാക്കി NIA. 10 അംഗ സംഘം സംസ്ഥാന പോലീസ് സേനകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. സ്ഫോടനവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന കൂടുതൽ പേരെ ഇന്ന് ചോദ്യം ചെയ്യും. ഡൽഹിയിൽ സുരക്ഷാ പരിശോധനകളും ജാഗ്രതാ നിർദ്ദേശവും തുടരുന്നു. ബീഹാറിലെ ജനവിധി നാളെ അറിയാം. വോട്ടെണ്ണൽ ആരംഭിക്കുക 8 മണിക്ക്. എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ആത്മവിശ്വാസത്തിൽ NDA. തുടർഭരണം ലഭിക്കുമെന്ന് ഉറപ്പിച്ച നേതാക്കൾ. സർവേ ഫലങ്ങൾ തള്ളി ഇന്ത്യ മുന്നണി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരം കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ 9:30-ക്ക്. ദക്ഷിണാഫ്രിക്ക എത്തുന്നത് ടെസ്റ്റിലെ ലോക ചാമ്പ്യന്മാരെന്ന ആത്മവിശ്വാസത്തോടെ. സ്വന്തം തട്ടകത്തിൽ ജയം ഇന്ത്യയ്ക്കും നിർണായകം.